യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. അപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ള, സഹോദരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണിത്. സദാപൂർവം ശ്രവിക്കാം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി സ്വയം ബലിയായി തീർന്നതുപോലെ ഭാര്യമാരെ നിങ്ങൾ അകമഴിഞ്ഞ് സ്നേഹിക്കണമെന്ന് പുതിയ നിയമം വെളിപ്പെടുത്തുന്നു. ഓരോ കുടുംബത്തിൻ്റെയും വാതിൽ അപ്പന്മാരാണ്, ഒരു സംശയം വേണ്ട, വാതിൽ അപ്പന്മാർ തന്നെയാണ്. അങ്ങനെ ഒരു ലീഡർ, സ്പിരിച്വൽ ലീഡർ, ഹെഡ് ഓഫ് ദ ഫാമിലി കുടുംബത്തെ നയിക്കാൻ ആവശ്യമുണ്ടായിരുന്നില്ലെങ്കിൽ യൗസേ പിതാവിനെ തിരുക്കുടുംബത്തിൻ്റെ തലവനായി, കാവൽക്കാരനായി പിതാവായ ദൈവം നിയമിക്കുകയില്ലായിരുന്നു. അതും തൻ്റെ ഏകജാതനെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും കോടാനുകോടി മാലാഖമാർ ചുറ്റുമുള്ളപ്പോൾ. ഒരു സ്ഥാപനത്തിൻ്റെ അധികാരി ഉള്ളപ്പോൾ മാത്രമേ ആ സ്ഥാപനത്തിൽ ക്രമസമാധാനം, ഡിസിപ്ലിനൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ സ്ഥാപനം അധികം താമസിയാതെ അടച്ചുപൂട്ടേണ്ടി വരും. ഇല്ലെങ്കിൽ എന്നും പ്രശ്നങ്ങളായിരിക്കും. സ്വന്തം കുടുംബത്തെ എല്ലാ കുറവുകളോടും കൂടി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യാൻ കടപ്പെട്ടവരാണ് അപ്പന്മാർ. പശുത്താത്മദാനങ്ങളാൽ അവർ നിറപ്പെടണം. സ്നേഹം, ആത്മസംയമനം, കരുണ എന്നീ ഗുണഗണങ്ങൾ അനുദിന ജീവിതത്തിൽ മുഖമുദ്രയായി മാറ്റുകയും വേണം. കുടുംബം നയിക്കുന്ന അപ്പന്മാർ മക്കൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു നന്മ എന്ന് പറയുന്നത് അവരുടെ അമ്മയെ സ്നേഹിക്കുക, കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ എന്നാണ്. അത് ശുശ്രൂഷയിലാകാം, അവരെ വളർത്തുന്നതിലാകാം, അവരെ സ്നേഹിക്കുന്നതിലാവാം. സ്ത്രീ മനഃശാസ്ത്രത്തെ കുറച്ചുകൂടി സഹിഷ്ണുതയോടെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ കേൾക്കാനും അവരുടെ അടുത്ത് പൊട്ടിത്തെറിക്കാതെ ക്ഷമയോടെ ഇടപെടാനും നിരന്തരം നാം പരിശ്രമിക്കണം. ഇത് കണ്ട് മക്കൾ വളരുമ്പോൾ അവരുടെ കുടുംബജീവിതങ്ങളിൽ സ്വന്തം വീട്ടിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ തകർച്ചയുടെ ഘട്ടങ്ങളിൽ അവരെ കൈപിടിച്ച് കർത്താവിനോട് ചേർത്ത് നടത്തുവാനുള്ള പാഠങ്ങൾ ആയിട്ട് മാറുന്നു ഭാവിയിൽ നമ്മുടെ മക്കൾക്ക്. എത്ര തകർന്ന കുടുംബങ്ങളാണ് എൻ്റെ അടുത്തേക്ക് ഓരോ ദിവസവും നേരിട്ടും ഫോണിൽ കൂടിയും ബന്ധപ്പെടുന്നത് സഹോദരങ്ങളെ. വളരെ ദയനീയമായ കുടുംബാന്തരീക്ഷം ഇന്ന് ലോകമെമ്പാടും നടമാടുകയാണ്. കുടുംബത്തിൻ്റെ വാതിലെ അപ്പന്മാർ തങ്ങളുടെ ആത്മീയ അധികാരങ്ങൾ തിരിച്ചറിയാതെ വേദപുസ്തക പഠനങ്ങളെയും സഭയുടെ അനുശാസനങ്ങളൊക്കെ വളച്ചൊടിച്ച് ന്യായീകരിച്ച് പലതിൻ്റെയും പിന്നാലെ പോയി സാത്താനെ വീട്ടിലേക്ക് ക്ഷണിച്ച് വരുത്തിയതിൻ്റെ ഫലമാണ് ഇതൊക്കെ. മടിയന്മാരാവാതെ, അധ്വാനിച്ച്, ന്യായീകരിക്കാതെ, കുടുംബത്തിനു വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ, സഭ അനുശാസിക്കുന്നത് പോലെ മക്കളെയും ഭാര്യയും ചേർത്ത് പിടിച്ച് ഒരു നേരത്തെ ആഹാരം കിട്ടിയില്ലെങ്കിൽ പോലും സ്നേഹത്തിൽ ഈ താൽക്കാലിക ബുദ്ധിമുട്ടുകളെ നമുക്ക് തരണം ചെയ്യാം. പ്രിയ സഹോദരന്മാരെ, ചേർന്നിരിക്കുമ്പോൾ പാത്രങ്ങൾ ശബ്ദമുണ്ടാക്കും. ആ ശബ്ദം ഒരു നീരസമായി മാറാതെ സംഗീതമാക്കി മാറ്റുവാൻ അപ്പന്മാർക്ക് മാത്രമേ സാധിക്കൂ. അപ്പന്മാരില്ലാത്ത കുടുംബങ്ങളിൽ വളരുന്ന മക്കൾ ജീവിതത്തിൽ തകർച്ചയുടെ കൂമ്പാരങ്ങളിൽപ്പെട്ട് ഉരുകുന്നത് ഞാൻ അനുദിനം കാണുന്നു, കേൾക്കുന്നു. അത് വേണ്ട. അപ്പന്മാരെ, നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.